ഇവനൊക്കെ പറയുന്ന കേട്ട എനിക്ക് വെറും രോമമില്ല. ഇതാണ്. എടാ നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും എനിക്കിത് ഇതാണ്. ദേ രോമം ഇല്ല കയ്യിലൊന്നും. ഇതാണ്, മനസ്സിലായോ? അതാണ് രേണുസുതി. കഴിഞ്ഞ ദിവസം രേണുസുതി ഉണ്ടാക്കി ഫേസ്ബുക്കിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലൈവ് വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. ഏതൊരു വീഡിയോ രേണുസുതിയെ പറ്റി ഇട്ടാലും അതിനെല്ലാം കമൻസ് ഇടുന്നുണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇതിനൊക്കെ മറുപടി എന്ന രീതിയിലായിരുന്നു ഈ ഒരു രേണുസുതി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യമേ കേട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുൾ വീഡിയോയിൽ പറയുന്നത് മൊത്തം ഇവർക്കെതിരെയുള്ള തെറിയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കൊന്നും നാണമില്ലേ? ഇത്രയും പ്രായമായിട്ട് ഇതുപോലത്തുള്ള കാര്യങ്ങളാണോ? ഓരോരുത്തരുടെ മറ്റുള്ളവരുടെ വീഡിയോസിന് താഴെ വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിലാണോ കമൻ്റ് ഇടുന്നത്? നിങ്ങളെ കണ്ടിട്ടല്ലേ നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ പഠിക്കുന്നത്? ഇങ്ങനെയൊക്കെയായിരുന്നു രേണുസുതി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇനിയും വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്കത് കുഴപ്പമൊന്നുമില്ല, ഞാൻ എത്ര വേണമെങ്കിലും നേരിടാൻ തയ്യാറാണ്, ഇതൊന്നും ഇപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതിനുശേഷം ആ ഒരു വീഡിയോയുടെ താഴെ ഫുള്ള് നെഗറ്റീവ് കമൻറ്റ്സ് വന്നതോടെയാണെന്ന് തോന്നുന്നു രേണുസുതി ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്.